പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുമ്പോൾ പരിശുദ്ധ പിതാക്കന്മാർ ഈ അമ്മയെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള പേരുകൾ അല്ലെങ്കിൽ സംജ്ഞകൾ നൽകിയിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് അമ്മയെ മന്നായിട്ട് വെച്ച ചെപ്പായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടി മരുഭൂമിയിൽ കൂടി നടന്ന് കനാനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ദീർഘദൂരത്തെ യാത്രയാണ്. ദീർഘദൂരത്തെ യാത്രയിൽ അവർക്ക് കുറഞ്ഞു പോകാതെ തീർന്നു പോകാത്ത ഭക്ഷണമായി തീർന്ന് അവരുടെ ജീവൻ നിലനിർത്തിയത് മന്നയാണ്, ഒരപ്പമാണ്. നമ്മുടെ കർത്താവായ മശീഹാ തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങൾ നിക്ഷേപിക്കപ്പെട്ട അമ്മയുടെ ഉദരം മന്നായിട്ട് വെച്ച ചെപ്പായിട്ട് പിതാക്കന്മാരെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെയും മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ പിതാക്കന്മാർ പറയുന്നുണ്ട് മോശ കണ്ട മുൾപ്പടർപ്പ്. മോശ കണ്ട മുൾപ്പടർപ്പ്, ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ അത് എരിഞ്ഞു തീരുന്നില്ല. മുൾപ്പടർപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇത് വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പറയുവാനാണ്. ഒരു പുത്രൻ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചെങ്കിലും അവളുടെ കന്യാത്വം നീങ്ങിപ്പോയില്ല. ആ കന്യാത്വം ഒരിക്കലും കുറവ് വരാതെ ഭംഗം വരാതെ അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് മോശ കണ്ട മുൾപ്പടർപ്പായിട്ട് കന്യമറിയാമിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ശ്ലേമോൻ്റെ ആലയത്തിലെ ശോശപ്പ ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. നമുക്കറിയാം ദേവാലയത്തിൽ തിരശീലയുണ്ട്. ആ തിരശീല നീങ്ങിക്കഴിയുമ്പോൾ ഭൂമിയും സ്വർഗവും ഒന്നായിട്ട് തീരും. ഒരു മാറ്റവും അവിടെയില്ല. രണ്ടും ഒരേ തട്ടിൽ നിലനിൽക്കുന്നതായിട്ട് കാണപ്പെടുകയാണ്. അതായത് സർവ്വജനത്തെയും സ്വർഗത്തിലേക്ക് ആകർഷിക്കുകയാണ്. ഇവിടെ കന്യമറിയാമാകുന്ന അമ്മ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഒരു മധ്യസ്ഥയായിട്ട് നിലകൊള്ളുകയാണ്. അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ സ്വർഗത്തെയും ജനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട്, ആ തിരശീലയായിട്ട് അവിടെ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ശലോമോൻ രാജാവൻ പണികഴിപ്പിച്ച ആലയത്തിലെ ശോശപ്പായിട്ട് മറിയാമിനെ ചിത്രീകരിക്കുകയാണ്. രണ്ടാം സ്വർഗമായിട്ട് പരിശുദ്ധ ദൈവമാതാവിനെ വീണ്ടും പിതാക്കന്മാർ ചിത്രീകരിക്കുന്നുണ്ട്. ഉന്നതങ്ങളിൽ സ്വർഗസിംഹാസനത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവും ആക്കിയിരിക്കുന്നവൻ സ്വർഗം ചായച്ച് ഇറങ്ങി കന്യകയുടെ മടിത്തട്ടിൽ വന്ന് വസിക്കുകയാണ്. സ്വർഗത്തിൽ ഒരേ സമയം സ്വർഗത്തിലും താഴെ കന്യകയുടെ മടിയാകുന്ന ആ സ്വർഗത്തിലും വസിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്വർഗമായിട്ട് കന്യമറിയാമിനെ ചിത്രീകരിക്കുകയാണ്. രണ്ടാം ഹവ്വായായിട്ട് കന്യമറിയാമിനെ ചിത്രീകരിക്കുന്നുണ്ട്. സർവ്വലോകങ്ങൾക്കും മാതാവായ ഹവ്വ എന്ന് പറയുന്ന മാതാവ്, അതിന് തത്തുല്യമായി പുതിയ നിയമത്തിൽ രണ്ടാം ഹവ്വായായിട്ട്, രണ്ടാമത്തെ അമ്മയായിട്ട്, സർവ്വലോകത്തിനും സർവ സൃഷ്ടികൾക്കും രക്ഷകനായി വരുന്ന കർത്താവിൻ്റെ അമ്മയായിട്ട് തീരുവാൻ തക്കവണ്ണം രണ്ടാം ഹവ്വായായിട്ട് മാതാവിനെ ചിത്രീകരിക്കുന്നു. ഇങ്ങനെ പിതാക്കന്മാർ അനേകം സംജ്ഞകൾ ഈ പരിശുദ്ധ മാതാവിന് നൽകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ ലിറ്റർജിക്കൽ സൈഡിൽ നിന്നും അതിൻ്റെ തിയോളജിക്കൽ വശങ്ങളിൽ നിന്നുമെല്ലാം മാറി നിന്ന് അമ്മയെ ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആരാണ് ഈ പരിശുദ്ധ കന്യമറിയാം അമ്മ? ഒന്നാമതായിട്ട് പരിശുദ്ധയായ കന്യമറിയാം അമ്മ ദൈവം ചിന്തിച്ചതിനെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ അമ്മയാണ്. ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അതിനെ തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യമറിയാം അമ്മ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ തന്നെ ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ കന്യമറിയാം അമ്മ പറയുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അതേപോലെ വരച്ചു കാട്ടുന്നവർക്ക് പറയുന്ന പേരാണ് എന്ത്? അമ്മ എന്ന്. എനിക്കും നിങ്ങൾക്കും എല്ലാം അമ്മയുണ്ട്. ജീവിതത്തിൽ അനേകം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരു സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ ജീവിതത്തിൽ അനേകം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച് കഴിയുന്ന ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന കുറേ സ്ത്രീകളാണ്.
നല്ല ഭർത്താവായിരിക്കും, സുമുഖനായിരിക്കും, സുന്ദരനായിരിക്കും, സന്തോഷപൂർവ്വം ജീവിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ വിദ്യാസമ്പന്നനായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുരുഷനായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കെട്ടിയത്. ഈ കെട്ടിക്കഴിഞ്ഞിട്ട് വല്ല മഠവും, കെട്ടിക്കഴിഞ്ഞവർക്ക് വേണ്ടി വല്ല മഠവും സ്ഥാപിച്ചാൽ ആ മഠത്തിൽ ഇഷ്ടം പോലെ ഡേറാക്കാരെ കിട്ടും. ഞാൻ തിരുമേനിയോട് കഴിഞ്ഞ പ്രാവശ്യം പറയായിരുന്നു, സന്യാസ ആശ്രമങ്ങളിലേക്ക് വരാനായിട്ട് ആളുകളില്ല. കാരണം ഒരു തേർഡ് ഓർഡർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും ഒന്ന് വിവാഹം കഴിച്ചിട്ട് 2 വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ല. 1 വിവാഹം കഴിച്ച് അടിയും ബഹളമൊക്കെ ആയിട്ട് അതങ്ങ് പിരിഞ്ഞു പോകും. 2ാമത് വിവാഹം കഴിക്കുവാനായിട്ട് ആർക്കും ഒരു താല്പര്യമില്ല, പിന്നെ നിർവാഹമില്ലാതെ കഴിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒരു തേർഡ് ഓർഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആശ്രമങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ആളുകളും. സഭാപ്രവർത്തനങ്ങൾക്കായിട്ട് അനേകം ആളുകളെ ലഭിക്കും. എന്തായാലും സഭ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ, ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ അനേകം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരമ്മയായി പരിണമിക്കുന്ന കാലയളവിൽ ഞാൻ ജീവിക്കേണ്ട, എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ചില ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. 10 മണിക്കൂർ കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു സ്ത്രീയാണ്. നല്ല ഒരു സന്തതി ജനിച്ചു. രാത്രിയായ കിടന്ന ഉറക്കുകയില്ല. 24 hours കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിടന്ന ഉറക്കം വരുമോ? 10 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 1 മണിക്കൂർ പോലും ഉറങ്ങുന്നില്ല. പക്ഷെ ഒരു ഉറക്കക്ഷീണവും അവിടെ ഇല്ല. എങ്ങനെ അത് സംഭവിക്കുന്നു? അത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരമ്മ ആകുവാൻ തക്കവണ്ണം ചില മാറ്റങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ജീവിതത്തിലൂടെ വരച്ച് കാട്ടുന്നവർക്ക് ഒരിക്കലും അതൊരു പ്രതിസന്ധി, ഒരു പ്രയാസമായിട്ട് തോന്നുകയില്ല. അങ്ങനെ മക്കൾ കരഞ്ഞപ്പോൾ ഉറക്കം വളച്ചിരുന്ന് തൂത്ത് തടവി അവരെ ആശ്വസിപ്പിച്ചത് കൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളും എല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഇല്ല, എല്ലാം പോയേനെ. അപ്പോൾ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിച്ച ജീവിതം, അത് ശരിക്കും തൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാട്ടിയാണ് ഒരമ്മ. ആരാണ് അമ്മ? അമ്മ എന്ന് പറഞ്ഞാൽ ആ 2 അക്ഷരം ഉച്ചരിക്കുമ്പോൾ അല്പം വിറയലോടുകൂടി മാത്രമേ ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെല്ലാം വഴി നടത്തിയ ഒരു അമ്മയുണ്ട്. അമ്മയെ കണ്ടാൽ വലിയ വിരൂപയായിരിക്കാം, പക്ഷെ എല്ലാ മക്കൾക്കും അമ്മയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് സ്ത്രീയേക്കാൾ കൂടുതലും സൗന്ദര്യം സ്വന്തം മക്കൾക്ക് അമ്മയിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. എനിക്കുണ്ടൊരമ്മ. ഞാൻ ഈ മീനയുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറായി കൂടെ എന്ന്. അപ്പം എനിക്കറിയത്തില്ല അന്നത്തെ കാലത്ത് ഇത് BEd വേണോ TTC വേണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനുള്ള വിദ്യാഭ്യാസം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടോ എന്നും അന്നത്തെ കാലത്ത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ കൊണ്ട്, അമ്മ ചൊല്ലിത്തരുന്ന പാഠങ്ങൾ കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ സ്കൂളിലെ ടീച്ചറെക്കാട്ടിലും വിദ്യാഭ്യാസമുണ്ട് എൻ്റെ അമ്മയ്ക്ക്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സ്കൂളിൽ വന്ന് പഠിപ്പിച്ചുകൂടെ? വീണ്ടും ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മയാണ് ലോകത്തിലേക്ക് ഏറ്റവും സുന്ദരിയായ അമ്മ. എൻ്റെ അമ്മ സ്നേഹിക്കുന്നത് പോലെ എന്നെ കരുതുവാനോ സ്നേഹിക്കുവാനോ ഒന്നും ലോകത്തിൽ ഒരു സ്ത്രീക്കും കഴിയില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഈ അമ്മായിയമ്മയോടൊരു കുശുമ്പുണ്ട്. ഇങ്ങനെ ഈ വന്നു കഴിഞ്ഞാൽ ആദ്യം അമ്മ എന്ത് ഇടിയെന്നാണ് ചോദിക്കുന്നത്. സ്വന്തം ഭാര്യ ഇവിടെ നിൽക്കും, ഇയാൾക്ക് എന്നെ കണ്ടുകൂടെ? ഞാൻ അയാൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നു, അയാളുടെ തുണി എടുക്കുന്നു, അയാളുടെ പിള്ളേരെ വളർത്തുന്നു, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങേരുടെ പിള്ളേരെ വളർത്തുന്നു, പിന്നെ എൻ്റെ പിള്ളേരല്ല, വേറെ ആരുടെയാണ്. അങ്ങനെ മാതൃത്വത്തിൻ്റെ സകല വാത്സല്യവും ഇങ്ങനെ കിനിഞ്ഞൊഴുങ്ങി ഭവനത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വെളിയിലേക്ക് പ്രവഹിക്കുകയാണ്. യഥാർത്ഥ മാതൃസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു പുരുഷൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ നല്ല പ്രകാശം തന്നെ പരത്തുന്നു. അവൻ ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന ഒരു ജീവിതമായിട്ട് അവൻ പരിണമിക്കുകയാണ്. ആരാണമ്മ? കരയുന്ന അമ്മ. അമ്മ കരയും, അമ്മ പ്രാർത്ഥിക്കും, അമ്മ കരയും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കല്യാണത്തിന് സമ്മാനമായിട്ട് വേദോത്സവം കൊടുക്കും. 2 പേരുടെ വേദോത്സവം മേടിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ വേദോത്സവം ആരുടെ കയ്യിലിരിക്കും? അമ്മയുടെ കയ്യിലിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല,
ഇത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭവനങ്ങളിൽ, ഇപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. കുറേ കാലങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന സമയം അപ്പച്ചൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ആരുടെയും ജീവിതത്തിലെ കാര്യമല്ല, എൻ്റെ ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പച്ചൻ എന്നാ ചെയ്യും? അപ്പച്ചൻ വഴിയിലോട്ട് പോകും. പിന്നെ പ്രാർത്ഥിക്കുന്ന ചുമതല ആരാണ്? പാത്രിയർക്കീസ് പോയി. ഇനി മെത്രാപ്പോലീത്തായേ ഉള്ളൂ വീട്ടിൽ. അമ്മ വീടിൻ്റെ മെത്രാപ്പോലീത്തയാണ്, ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അമ്മയാണ് ഈ പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത്, എല്ലാം പരിശീലിപ്പിക്കുന്നത് അമ്മയാണ്. പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ അപ്പച്ചൻ ഒരു ചുമയൊക്കെ ചുമച്ച് കാർക്കിച്ച് തുപ്പി വീട്ടിലോട്ട് കയറി വരും. അപ്പം അമ്മ ഭവനത്തിൽ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു, കൊച്ചിന് അസുഖം വന്നു. കൊച്ചിന് അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാത്ത മരുന്നുകളൊന്നുമില്ല അല്ലേ. തലവേദനയാണെന്ന് പറഞ്ഞാൽ അമ്മ ഓടി തന്നെ തെങ്ങിൻ്റെ ചോട്ടിലോട്ട് ചെന്നൊരു വെള്ളയ്ക്ക എടുത്ത് അരച്ച് നെറ്റിയെ പുരട്ടിയിടും. വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിലില്ലാത്ത മരുന്നില്ല. അപ്പം അമ്മ ഒരു ഡോക്ടറായിട്ട് അവിടെ പരിണമിക്കുകയാണ്. ഇതൊരു കുടുംബത്തിൻ്റെ ചിത്രമാണ് ഞാൻ പറയുന്നത്. പിള്ളേരെ അക്ഷരം പഠിപ്പിക്കുന്നു, പിള്ളേർക്ക് മരുന്ന് നൽകുന്നു, പിള്ളേർക്ക് വിദ്യാഭ്യാസം നൽകുന്നു, പിള്ളേർക്ക് പരിശീലനം നൽകുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഭവനത്തിലെല്ലാം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അമ്മയിലൂടെ ദൈവം കാണുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അമ്മ എങ്ങനെയായി തീരണമെന്ന് ദൈവം ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് വരച്ച് കാട്ടുന്നവളാണ് ആ സ്ത്രീ. അത് വരച്ച് കാട്ടിയാൽ അവളെ അമ്മ എന്ന് വിളിക്കാൻ സാധിക്കും. എല്ലാ സ്ത്രീകളെയും അമ്മ എന്ന് വിളിക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ മാത്രമേ അമ്മ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അമ്മ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലേ പിന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് വീട്ടിലിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ വഴിയിൽ ഒരാൾ കാണുകയാണ്, ചോദിക്കുകയാണ് എവിടെ പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോവാണ്, അല്ലെങ്കിൽ അമ്മയെ കാണാൻ പോവാന്ന് പറയും. അങ്ങനെയല്ലേ പറയുന്നത്? അമ്മയെ കാണാൻ പോവാന്ന് പറയും. ഇനി അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് പോകാനായിട്ട് തോന്നുകയില്ല. സ്കൂള് വിട്ട് വരുന്ന പിള്ളേർ ഉമ്മറപ്പടിയിലിരുന്ന് പേപ്പർ വായിക്കുന്ന അപ്പനോട് ചോദിക്കുന്നത് എന്നാ? അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്. വഴിയിൽ പോയിട്ട് വരുന്ന അപ്പൻ തിണ്ണയിലിരുന്ന് കളിക്കുന്ന മകനോടും ചോദിക്കുന്നത് അമ്മ എന്ത് ചെയ്യുന്ന. ഇപ്പോൾ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു പോയാലും ഒരു ഭാര്യ ആ സ്ഥാനത്തൊരു അമ്മയായി പരിണമിച്ചാൽ അത് കുറവ് ഉണ്ടാകും. ഇപ്പം എല്ലാം കൊണ്ടും അമ്മയായവളുടെ പെരുന്നാൾ. ഇതൊരു കുടുംബത്തിലെ ചിത്രമാണെങ്കിൽ ഈ ചിത്രം കുറച്ചുകൂടെ വിശാലമാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്, അത് ലോകത്തിലേക്ക് ഇറങ്ങിയാണ്. ഇങ്ങനെ ലോകത്തിന് മുഴുവൻ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ തക്കവണ്ണം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പെരുന്നാളാണ്. അതാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഭവനത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അമ്മ എന്ന് പറയുന്ന ഒരു വല്ലാത്ത വികാരമാണ്. പണ്ടൊരു മോന് അമ്മയുമായിട്ടൊരു ചെറിയ വഴക്കുണ്ടായി. ചെറിയ വഴക്കുണ്ടായതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു നല്ല ഷർട്ട് മേടിച്ചുകൊണ്ട് കൊടുത്തു. അമ്മയോട് കൊടുത്തിട്ട് പറഞ്ഞു, നല്ല വില കൂടിയൊരു ഷർട്ട് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് അലക്കി തേച്ച് ഇസ്തിരി ഇട്ട് വെക്കണം, എനിക്ക് നാളെ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണെന്ന് പറഞ്ഞു. അമ്മ എന്ത് ചെയ്തു? അമ്മയ്ക്ക് വാഷിംഗ് മെഷീനുണ്ട്, കറണ്ടിൻ്റെ തേപ്പൊട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അമ്മമാരെന്ത് ചെയ്യും? വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനുള്ള സാധനമാണ്, അത് ഉപയോഗിക്കുകയില്ല. അതിങ്ങനെ വലിയൊരു കവറൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടാവും. തേപ്പൊട്ടി ഏതെങ്കിലും അലമാരിയിൽ പൂട്ടി വെച്ചിട്ടുണ്ടാവും. അമ്മ ഓടിച്ചെന്ന് ബക്കറ്റിലോട്ട് ഇച്ചിരി വെള്ളം എടുത്തൊഴിച്ച് ഷർട്ട് അതിൻ്റെ അകത്തിട്ട് കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് 501 വലിയൊരു ബാറൊക്കെ എടുത്തോണ്ട് ചെന്ന് കല്ലേ ചെന്ന് അത് കുത്തി അലക്കി അതിൻ്റെ സകലമാന ബട്ടൺസും പൊട്ടിച്ച് കളഞ്ഞ് അത് നേരെ കഴുകി വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്തു ചെയ്യും? വലിയൊരു ഇസ്തിരിപ്പെട്ടിയുണ്ട്, കരിയൊക്കെ ഇട്ട് അത് കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് തേക്കും. അപ്പം ഈ അമ്മയും അതുപോലെ തന്നെ ചെയ്തു. അവിടെ കൊണ്ടുവന്ന് തേച്ച് വൃത്തിയായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിറ്റേ ദിവസം മോന് ഈ ഷർട്ട് എടുത്ത് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഒരൊറ്റ ബട്ടൺസ് ഇല്ല. പിന്നെ എന്തായിരിക്കും ആ വീട്ടിൽ സംഭവിക്കുന്നത്?
എന്നാ ബോധം അമ്മയ്ക്ക്? ഇങ്ങനെയൊക്കെയാണോ ഇത് ചെയ്യേണ്ടത്? എന്ത് വില കൂടിയ ഷർട്ട്, ആ ബട്ടൺസ് സകലമാന ബട്ടൺസുകളും പൊട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അലമാരയിൽ നിന്ന് വേറൊരു ഷർട്ട് എടുത്ത് ഇട്ട് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തവൻ വളരെ വേഗത്തിൽ പോവുകയാണ്. അന്നേരം അമ്മയുണ്ടല്ലോ, ആ പടിപ്പുര വരെ പോയി മകനെ യാത്രയാക്കിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ്റെ ഫോൺ വന്നു, നീ ഇവിടെ വരണം, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് വിളിച്ചു. അപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയ മോൻ പെട്ടെന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ അമ്മ മരിച്ച് കിടക്കുകയാണ്. അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്, അമ്മയെ വാഴയിലയിൽ കടത്തിയിട്ടുണ്ട്, വെള്ളം പുതപ്പിച്ചിട്ടുണ്ട്, ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, നാളികേരം ഉടച്ച് വെച്ചിട്ടുണ്ട്. ആ സഹോദരിമാരൊക്കെ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഈ മോന് വല്ലാത്ത പ്രയാസം തോന്നി, വല്ലാത്തൊരു ദുഃഖം. ആ ചന്ദനത്തിരിയുടെ ഗന്ധമൊക്കെ അല്പസമയം മുമ്പ് ഞാൻ എൻ്റെ അമ്മയുമായി വഴക്കിട്ട് ഇറങ്ങിയതിനെക്കുറിച്ച് ഈ മകൻ ചിന്തിക്കുകയാണ്. ഒരു നിമിഷം പിന്നെ ആ മോൻ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. മോൻ അതിവേഗത്തിൽ ബൈക്കും എടുത്ത് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് ഉമ്മറപ്പടിയുടെ അവിടെ എത്താറായപ്പോൾ ഈ ബൈക്ക് സ്റ്റാൻഡേ വെക്കാനൊന്നും അവൻ കൂട്ടാക്കിയില്ല. ബൈക്ക് മറിച്ചിട്ടിട്ട് തിണ്ണയിലേക്ക് ഓടിക്കയറണം, അമ്മയെന്ന് വിളിച്ച്. അമ്മ വിളി കേട്ടില്ല. നടുത്തളത്തിലേക്ക് എന്ന് അമ്മയെന്ന് വിളിച്ചു. ഏറ്റവും കുറച്ച് സമയം അമ്മ ചെലവഴിക്കുന്ന ഇടമാണ് ഉറക്കമുറി, അമ്മ ഉറങ്ങുന്ന മുറി. അവിടെ ചെന്ന് നോക്കി അമ്മയില്ല. അടുക്കളയിൽ ചെന്നു, അമ്മ ബലിയർപ്പിക്കുന്ന ദേവാലയമാണ് അടുക്കള. അവിടെ ചെന്ന് വിളിച്ചു, അമ്മയെന്ന് വിളിച്ചു. അവിടെയും അമ്മയെ കണ്ടില്ല. വല്ലാത്ത ഒരു ആദി. മകൻ ഓടി അടുക്കളയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മുറ്റത്ത് ഒരു കല്ലിൻ്റെ മുകളിലിരുന്ന അമ്മ മോൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളുമെല്ലാം സ്വന്തം ഭവനത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അമ്മ എന്നുള്ളതാണ്. എന്നെയും നിങ്ങളെയും ഈ ദേവാലയത്തിലേക്ക് അടുപ്പിക്കുന്നത്, പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുന്നത് അമ്മ എന്നുള്ള ഒരു വികാരമാണ്. മോൻ വിദേശത്ത് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മോന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. മോന് ഇഷ്ടമുള്ള സാമ്പാർ, മോന് ഇഷ്ടമുള്ള മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ച് അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ കുടുംബത്തിൻ്റെ അടിസ്ഥാന ബന്ധങ്ങൾ അമ്മ വിളമ്പുകയാണെങ്കിൽ സഭയ്ക്ക് ആധാരമായിട്ടുള്ള എല്ലാ ആത്മീയതയും ഈ അമ്മ വിളമ്പുകയാണ്. ഈ അമ്മയുടെ പെരുന്നാളിലാണ് എന്നെയും നിങ്ങളെയും ഈ കുരിശിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ചിലതൊക്കെ വിളമ്പാൻ, ലോകത്തിന് വിളമ്പാൻ, കുടുംബത്തിലേക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, എല്ലാം വിളമ്പുന്ന നടക്കുന്ന വഴിയിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ചില ജീവിതങ്ങളായിട്ട് മാറാൻ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ വിശ്വാസം ഏറ്റു പറഞ്ഞു. കർത്താവ് എന്ത് പറഞ്ഞു? ആ വിശ്വാസമാകുന്ന ശിലമേൽ ഞാൻ എൻ്റെ ആലയം പണിയും. അതുകൊണ്ട് പത്രോസ്ലീഹ കടലിൽ പോയി മീൻ പിടിക്കാൻ ചെന്നാൽ അവിടെ ഒരു ദേവാലയത്തിൻ്റെ അനുഭവം. ഉറക്കമുറിയിലേക്ക് ചെന്നാൽ അവിടെ ദേവാലയത്തിൻ്റെ അനുഭവം. സമൂഹ മധ്യത്തിൽ ചെന്നാൽ അവിടെ ദേവാലയത്തിൻ്റെ അനുഭവം. അങ്ങനെ അനുഗ്രഹങ്ങൾ കിനിഞ്ഞൊഴുകുന്ന ചില ജീവിതമായിട്ട് മാറുമ്പോൾ ഒരമ്മ വരുന്നത് കണ്ടാൽ ഒരു ദേവാലയം, ഒരു ത്രോണോസ് നടന്നു നീങ്ങുന്നത് പോലെ തോന്നും. പല ജീവിതങ്ങൾ അവിടെ ബലിയർപ്പിക്കപ്പെടേണ്ടതുണ്ട്. അനേകം യാഗങ്ങൾ ആ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധ സഭയിൽ സമൂഹത്തിൽ ഈ അടിസ്ഥാന ബന്ധങ്ങൾ വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു അമ്മ ആകാൻ കഴിയാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണ്. എനിക്ക് ഒരു അമ്മയുണ്ടെങ്കിൽ, അതൊരമ്മയാണെങ്കിൽ ആ അമ്മ പരത്തുന്ന ചില പ്രകാശങ്ങൾ എനിക്ക് ലോകത്തിന് മുഴുവൻ പരത്തുവാനായിട്ട് കഴിയും. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിപൂർണ അമ്മയായിട്ട് തീർന്നില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ വരുംകാലങ്ങളിൽ നഷ്ടപ്പെടും. കരയുന്ന അമ്മമാർ നമ്മളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അമ്മമാർ കരയുമല്ലോ, രാവിലെ എഴുന്നേറ്റിരുന്ന് കരയും, പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിച്ച് കരയും. ഒരു കുഴപ്പമില്ല, വീട്ടിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ അമ്മമാർ കരയും. ഈ അമ്മമാർ കരഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളും എല്ലാം ഇന്ന് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നത്. അപ്പോൾ ഈ അമ്മയുടെ പെരുന്നാളിൽ ഈ അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കയ്യിൽ എന്താ ഉള്ളത്?
ഈ വർഷത്തെ പെരുന്നാളിൽ നിങ്ങൾ വന്ന് സംബന്ധിച്ച് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് തലമുറകൾക്ക് കൊടുക്കാനായിട്ട് ഉള്ളത്? അനേകം തലമുറകൾക്ക് പ്രകാശം പരത്തുന്ന ജീവിതങ്ങളായിട്ട് മാറുവാൻ നിങ്ങളുടെ കയ്യിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ലോകത്തിന് മുഴുവൻ വിതരണം ചെയ്യുന്ന ചില ജീവിതങ്ങളായിട്ട് മാറണം. എന്നാണ് അമ്മ, പരിശുദ്ധയായ കന്യമർത്തമറിയാം അമ്മ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ലോകത്തിന് മുഴുവൻ തൻ്റെ ദൈവം ആഗ്രഹിച്ചത് ലോകത്തിന് മുഴുവൻ വരച്ചു കാട്ടുകയാണ്. അങ്ങനെ ഒരു അമ്മ ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. മദർ തെരേസ എന്ന പേര് വിളിക്കും. മദർ തെരേസ എന്ന അമ്മയുടെ ചിത്രം കാണിച്ചിട്ട് ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ ഈ അമ്മയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കുഞ്ഞ് പറയുന്നത് എന്തായിരിക്കും? വരണ്ട് ഉണങ്ങിയ കുട്ടനാട്ടിലെ വേനൽക്കാലത്തെ കുട്ടനാട്ടിലെ പാടപ്രദേശം പോലെ വരണ്ടുണങ്ങിയ ചർമ്മമുള്ള ഒരു സ്ത്രീ എന്നേ ആരും വിശേഷിപ്പിക്കുകയുള്ളൂ. പക്ഷെ ആ അമ്മയുടെ ജീവിതത്തിൻ്റെ പുറകിൽ, സൗന്ദര്യമില്ലാത്ത ആ അമ്മയുടെ ജീവിതത്തിൻ്റെ പുറകിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എത്രയെത്രയോ ജീവിതങ്ങൾ ആ അമ്മയുടെ കയ്യിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ അമ്മയുടെ കയ്യിലൂടെ രക്ഷപ്പെട്ട എത്രയെത്ര ജീവിതങ്ങൾ പുതിയ തലമുറകൾക്ക് അമ്മമാരായിട്ട് തീർന്നിട്ടുണ്ട്. ജീവിതങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നതിനെ വരച്ചു കാട്ടുവാനായിട്ട് ഉള്ളതാണ്. അങ്ങനെ ദൈവം ചിന്തിച്ചതിനെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ ഒരു അമ്മയാണ്. ആ അമ്മ പറയാണ്, ഇതാ ഞാൻ നിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അടുത്തതായിട്ട് അമ്മയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചുകൊള്ളാം. മനുഷ്യ ബന്ധങ്ങളെ മാതൃസ്നേഹമാകുന്ന മാന്ത്രിക ചരട് കൊണ്ട് ബന്ധിച്ച ഒരമ്മയുടെ പെരുന്നാളിലാണ് ഞാൻ നിങ്ങളും വന്ന് സംബന്ധിക്കുന്നത്. മാതൃസ്നേഹം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ബന്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് പിതാവാം ദൈവം അയക്കുമ്പോൾ അവന് മാതാവായിട്ട് തീരുവാൻ തിരഞ്ഞെടുത്തത് ഒരു സ്ത്രീയാണ്. മഹത്വമുള്ള ഒരു ജീവിതത്തെയാണ് അവിടെ തിരഞ്ഞെടുത്തത്. ആ അമ്മ കുരിശ് വരെ മകനെ അനുധാവനം ചെയ്യുന്നുണ്ട്. കുറച്ച് കാലങ്ങളെ നമ്മൾക്ക് യോസഫിനെ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് വേദപുസ്തകത്തിലൂടെ കാണാൻ സാധിക്കുന്നുള്ളൂ. പിന്നീട് മുഴുവൻ വേദപുസ്തകം വരച്ച് കാട്ടുന്നത് ഒരമ്മയുടെ സ്നേഹമാണ്. അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹത്തെയാണ് ലോകത്തിന് മുമ്പിൽ വരച്ച് കാട്ടുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും ഇവിടെ നിന്നെ കാണുവാനായിട്ട് കാത്തിരിക്കുന്നു. ഉടനെ കർത്താവ് അവിടെ ഉറപ്പിച്ച് പറയുകയാണ്, എനിക്ക് മാതാവാര്, എനിക്ക് സഹോദരന്മാരുമാര്, ദൈവത്തിൻ്റെ ഇഷ്ടം ആചരിക്കുന്നവരാരോ അവരാണ് എനിക്ക് മാതാവും എനിക്ക് സഹോദരന്മാരും എന്ന് പറയുകയാണ്. അതായത് അവരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ മാതാവ്. ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പാടെ അനുസരിക്കുന്ന ഒരു മാതാവ്, ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പാടെ അനുസരിക്കുന്ന കുറേ സഹോദരന്മാർ. ഇവിടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി എടുത്തു പറയുകയാണ്, ഇതാണ് എൻ്റെ മാതാവ് എന്ന് പറയുകയാണ്. ആ മാതൃസ്നേഹം കർത്താവ് നടക്കുന്ന വഴിയിൽ കർത്താവിന് പുറകെ ഇങ്ങനെ വിതറി നടക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് കർത്താവിൻ്റെ ക്രൂശിങ്കൽ ഈ അമ്മ നിൽക്കുമ്പോൾ ഈ അമ്മയെ വെറും കൈയോടെ കർത്താവ് അയക്കുന്നില്ല. തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനോട് പറയാണ്, ഇതാ നിൻ്റെ അമ്മ, ഇനി മുതൽ നിൻ്റെ ഭവനത്തിൽ ഇവളെ ചേർത്ത് കൊള്ളുക. മാതൃസ്നേഹം ഇങ്ങനെ ജീവിതത്തിൽ കർത്താവിൻ്റെ ജീവിത വഴികളിൽ വിതറിയ ഒരു അമ്മയെ കർത്താവിന് ഒരിക്കലും ഉപേക്ഷിച്ച് കളയുവാനായിട്ട് സാധ്യമല്ല. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതാണ്. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ നമ്മുടെ കർത്താവായ മശിഹാ തമ്പുരാനോട് അമ്മ വന്ന് പറയുകയാണ്, വീഞ്ഞു തീർന്നു പോയി. അപ്പം അമ്മയോട് മോൻ ചോദിക്കുകയാണ്, നമുക്ക് എന്താ അമ്മ ഇവിടെ കാര്യം, അവർ നോക്കട്ടെ. പക്ഷെ അമ്മ അപ്പുറത്തോട്ട് പറഞ്ഞ അവിടുത്തെ കുറവ് കണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് പറയാണ്, അവൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക എന്ന് പറയുകയാണ്. അമ്മയ്ക്കൊരു വിശ്വാസം, അമ്മ ഒരിക്കലും മോനോടൊരു കാര്യം പറഞ്ഞാൽ മോൻ അത് നിരസിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം. അതെവിടെ നിന്ന് വന്നാ? അത് മാതൃസ്നേഹത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക, മോനെ ആ അലക്കുകല്ലൊന്ന്
മുകളിലോട്ടൊന്ന് പൊക്കി വെച്ച് തരണേ എന്ന് പറഞ്ഞാൽ മോൻ എന്തു പറയും? ഭയങ്കര നടുവേദനയാണ്, 2 ദിവസം കഴിയട്ടെ എന്ന് പറയും. 2 ദിവസമല്ല 3 വർഷം കഴിഞ്ഞാലും മോനത് കയറ്റിവെക്കൽ ഉണ്ടാകുകയില്ല. പണ്ടൊരു മോനോട് പറഞ്ഞു, മോനെ ആ അലക്കുകല്ലൊന്ന് കയറ്റി വെച്ച് തരണമെന്ന് പറഞ്ഞു. കുറേ കാലമായി ഇത് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മോനതെടുത്ത് ആ കല്ലൊന്ന് പൊക്കി കയ്യാലപ്പുറത്തോട്ട് വെച്ചാൽ മതി, എത്രയേ ഉള്ളൂ വിഷയം. പക്ഷെ വെച്ചില്ല. അമ്മ മരിച്ചു. തുണിയലക്കൽ എന്ന് പറയുന്ന പ്രക്രിയ മോൻ്റെ തലയിൽ വന്നു. മോൻ വന്ന് തുണിയലക്കാനായിട്ട് തുടങ്ങി. സ്ഥിരമായിട്ട് ഇങ്ങനെ തുണിയലക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മോൻ ചിന്തിക്കുകയാണ്, കുറേ വർഷങ്ങളായി എൻ്റെ അമ്മയുടെ നട്ടെല്ലിൻ്റെ കണ്ണി പറിഞ്ഞത് ഇതുകൊണ്ടാണ്, ഇങ്ങനെ ഇരുന്ന് അലക്കുന്നതുകൊണ്ടാണ്. അത് മോൻ അലക്കാൻ തുടങ്ങിയപ്പോഴാണ് മോന് മനസ്സിലായത്. അപ്പോൾ മാതൃസ്നേഹം ഇങ്ങനെ അവരുടെ ജീവിത വഴികളിൽ കൂടി വിതറുമ്പോൾ എല്ലാ കാര്യങ്ങളും മക്കൾ, അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും മക്കൾ അനുസരിക്കും. എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനാണ് ഈ പെരുന്നാളിന് വന്ന് സംബന്ധിക്കുന്നത്. എവിടെയെങ്കിലും മാതൃസ്നേഹത്തിന് ചില കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ ദൈവം എന്ന ആളെ അയച്ച് വിളിച്ചിരിക്കുന്നതാണ് നിങ്ങളെ ഈ കുരിശിൻ്റെ ചോട്ടിൽ. ഇനി അങ്ങോട്ട് അത് നികത്തിയിട്ടുള്ള ജീവിതങ്ങളേ ഉള്ളൂ. ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം ദൈവസന്നിധിയിൽ തിരിച്ചേൽപ്പിക്കുവാൻ, എന്നെ ഏൽപ്പിച്ച എല്ലാ ജീവിതങ്ങളെയും കൂടുതൽ പ്രകാശത്തോടുകൂടി ദൈവസന്നിധിയിൽ തിരിച്ചേൽപ്പിക്കുവാൻ ആണ് എന്ന് തീരുമാനമെടുക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ജീവിതങ്ങളെ അസ്വർഗീയ സന്നിധിയിൽ ഏറ്റവും പ്രകാശപൂരിതമായിട്ട് ജീവിക്കുവാൻ മാതൃസ്നേഹം ഇങ്ങനെ വിളമ്പുകയാണ്. ഇപ്പം നഷ്ടപ്പെട്ടു പോയ മാതൃസ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇന്നത്തെ ഈ സന്ധ്യയിൽ നികത്തി വേണം ഇവിടെ നിന്ന് പോകാൻ. അപ്പം അമ്മ പറയുന്നത്, മോൻ അനുസരിക്കുന്നില്ലെങ്കിൽ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ വന്നിട്ട് അച്ഛനോട് പറയും, എൻ്റെ പൊന്നച്ഛാ ഒരു രക്ഷയുമില്ല, ഇവൻ പറയുന്നു ഒന്നും അനുസരിക്കുന്നില്ല. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ. പണ്ട് കാലത്ത് 10 പിള്ളേരുണ്ടെങ്കിൽ 10 പിള്ളേർ കാണിക്കുന്ന അഭ്യാസം ഇന്ന് 2 പിള്ളേർ കാണിക്കും. എല്ലാ സമയങ്ങളിലും യഥാർത്ഥമായി മാതൃസ്നേഹം വിളമ്പാൻ കഴിയുന്നുവെങ്കിൽ അനുസരണത്തിൻ്റെ പാഠങ്ങൾ തന്നെ ഉണ്ടാകും. പുത്രൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. അമ്മ വിളമ്പിത്തന്ന മാതൃസ്നേഹം കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ധൈര്യം കിട്ടി. ഒരമ്മയുടെ സ്നേഹം ആ ബലിയർപ്പണത്തിന് പുറകിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അത്രമാത്രം സഹനത്തോടുകൂടി ബലിയർപ്പിക്കുവാനായിട്ട് അവിടെ കഴിയില്ലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പഴയ കാലത്തെ ജീവിതങ്ങളിൽ അമ്മമാരുടെ കഷ്ടപ്പാട്, ഭവനത്തിലെ കഷ്ടപ്പാട്, അപ്പന്മാരുടെ കഷ്ടപ്പാട് രുചിച്ചറിഞ്ഞ മക്കളുണ്ടെങ്കിൽ അവരാരും ഇന്ന് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവരൊക്കെ വളർന്ന് ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന ജീവിതങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഒരു വലിയ അമ്മ ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുവാൻ ഒരു പുത്രനെ തൻ്റെ ഉദരത്തിലൂടെ സംഭാവന ചെയ്യുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചെങ്കിൽ ഈ ചെറിയ ജീവിതം കൊണ്ട് എൻ്റെ ചുറ്റുപാടുകളിൽ, കേവലം എൻ്റെ കുടുംബങ്ങളിലെങ്കിലും പ്രകാശം പരത്തുവാൻ നമ്മൾക്ക് കഴിയുമാറാകണം. ഇതിനാണ് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്നത്. 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു അമ്മയായിട്ട് തീരണമെങ്കിൽ ദൈവം ചിന്തിച്ചതിനെ ജീവിതത്തിലൂടെ വരച്ച് കാണിക്കുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധയായ കന്യമർത്തമറിയാം അമ്മ ദൈവം ചിന്തിച്ചതിനെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ച ഒരു അമ്മയാണ്. 2 മനുഷ്യ ബന്ധങ്ങളെ മാതൃസ്നേഹമാകുന്ന മാന്ത്രിക ചരട് കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഒരമ്മ ഒരു വീട്ടിൽ ഒരു മക്കൾക്കൊരു വികാരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, സമൂഹത്തിനൊരു വികാരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഈ അമ്മ ലോകത്തിന് മുഴുവൻ വികാരമായിട്ട് മാറുകയാണ്. ഇത്രയും ആളുകളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുവാൻ സാധിച്ചെങ്കിൽ അതൊരമ്മയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഒരു കുടുംബത്തിൽ തൻ്റെ മക്കളെ, തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരെ എല്ലാം ചേർത്തൊരു കുടക്കീഴിൽ, ആ കുടുംബത്തിൻ്റെ കീഴിൽ നിലനിർത്തുവാൻ സാധിക്കുന്നെങ്കിൽ അതൊരു അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ അടയാളമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അമ്മയുടെ സ്നേഹം അന്വേഷിച്ച് നടക്കുകയാണ് ഞാനും നിങ്ങളും. എല്ലാ യാമങ്ങളിലും, എല്ലാ സമയങ്ങളിലും, എല്ലാ പ്രാർത്ഥനകളിലും അമ്മയുടെ മധ്യസ്ഥത ഇങ്ങനെ യാചിക്കുന്നുണ്ട്. ഈ കുരിശ് ഇവിടെ ഒരു ദീപമായിട്ട് ഈ മലമുകളിൽ
ഉയർന്ന് ഈ സമൂഹത്തിന് മുഴുവൻ സുഗന്ധ ധൂപമായിട്ട് പ്രകാശം പരത്തുന്ന ഒരു കുരിശായിട്ട് തീരണമെങ്കിൽ അതിവിടെ ഒരമ്മയുടെ മധ്യസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടും ഈ കുരിശിലൂടെ ലോകത്തിന് മുഴുവൻ മാതൃസ്നേഹം പരത്തുന്ന ഒരു അമ്മയുടെ മധ്യസ്ഥത അവിടെ നിലനിൽക്കുന്നതും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും വൈകിയില്ല. പ്രകാശം പരത്തുന്ന ചില ജീവിതത്തിന് ഉടമകളായിട്ട് നമ്മൾക്ക് തീരാം. ഈ അമ്മയുടെ മധ്യസ്ഥത നമ്മൾക്ക് കോട്ടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അനേകം വിവിധ തരത്തിലുള്ള ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ച് നീങ്ങുമ്പോൾ ഈ ജീവിതമാകുന്ന വഴിത്താരയിൽ അനേകം പ്രതിസന്ധികളെ ഞാനും നിങ്ങളും കണ്ടുമുട്ടേണ്ടതായിട്ട് വരും. അതിനെ അതിജീവിക്കുവാൻ ഈ മധ്യസ്ഥതകളൊക്കെ ഉപയുക്തമായിട്ട് തീരട്ടെ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇതൊന്നും മാറരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള ഊർജം ലഭിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ കണ്ടുമുട്ടണം. എല്ലാ പ്രതിസന്ധികളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഒരു സഹത ഈ അമ്മയുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് പരിശുദ്ധ സഹതയന്മാർക്ക് അവർക്കൊരു ക്രൂശുമരണം അല്ലെങ്കിൽ അവരുടെ ഗളരക്തങ്ങൾ ഈ സഭയ്ക്ക് വളമായിട്ട് തീരുവാനൊക്കെ സാധ്യമായത്. അങ്ങനെയുള്ള ജീവിതങ്ങളായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ കുറച്ച് സമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ, ദൈവവചനം പങ്കുവയ്ക്കുവാനും അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു.